വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് കലാരഞ്ജിനി. ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നാണ് താരം പറയുന്നത്. ആദ്യം അച്ഛൻ, പിന്നെ അനിയൻ, ചിറ്റപ്പൻ, മിനിമോൾ അതായത് കൽപ്പന, അതെല്ലാം നഷ്ടങ്ങളാണ്. മിനിമോളുടെ മരണം എല്ലാവരുടെയും നഷ്ടമാണ്. കൽപ്പനയുടെ നഷ്ടം മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തീരാ നഷ്ടം തന്നെയാണ്. കൽപ്പനയുടെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ കിട്ടിയില്ലെങ്കിലും അവൾക്ക് പകരം വയ്ക്കാൻ വേറെ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോഴേക്ക് സഹപ്രവർത്തകർ ഞങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു. അതൊരു ആശ്വാസമായിരുന്നു. ചിറ്റപ്പൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഉണ്ടായ സമയത്തെ ഒരു അനുഭവം കലാരഞ്ജിനി പറയുന്നു. ദിലീപ് നായകനായ കൊച്ചിയിൽ രാജാവിൽ അഭിനയിക്കുമ്പോഴാണ് ചിറ്റപ്പൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായതെന്നും ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ തന്റെ പ്രതിഫലം മുഴുവൻ ആയി ദിലീപ് വാങ്ങി തന്നുവെന്നും കലാരഞ്ജിനി പറഞ്ഞു. അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോഴേക്ക് സഹപ്രവർത്തകർ ഞങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു. അതൊരു ആശ്വാസമായിരുന്നു. കൊച്ചി രാജാവിൽ അഭിനയിക്കുമ്പോഴാണ് ഞങ്ങളുടെ ചിറ്റപ്പൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാകുന്നത്. ഇത് കേട്ട ഉടനെ ദിലീപും മുരളിച്ചേട്ടനും ഞാനും അഭിനയിക്കാനുള്ള സീനുകൾ എല്ലാം വേഗത്തിൽ തീർത്തു. ആശുപത്രിയിലേക്ക് പോകാൻ ഞാൻ ഇറങ്ങിയപ്പോൾ തന്റെ പ്രതിഫലം മുഴുവനായി ദിലീപ് വാങ്ങിത്തന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി വേറൊന്നും ഇപ്പോൾ നോക്കേണ്ട, ആദ്യം ആശുപത്രി നോക്കുവെന്ന്. അതൊരിക്കലും മറക്കാനാകില്ലെന്നും താരം പറയുന്നു. അനിയന്റെ മരണവും ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോൾ ലാലേട്ടന്റെ അമ്മ പറഞ്ഞു, മക്കളെ, എന്റെ വീട്ടിലും മരണം നടന്നതല്ലേ, എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു. ഇതൊക്കെ മറക്കാനുള്ള ധൈര്യം ദൈവം തരും. ഓരോ ദുരന്തത്തിലും ശ്രീകുമാരൻ തമ്പി സാറിന്റെ കുടുംബവും കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് കലാരഞ്ജിനി പറയുന്നു. സിനിമയിലേക്ക് കടന്നു വന്നതിനെ കുറിച്ചും കലാരഞ്ജിനി പറഞ്ഞു. അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടല്ല ഞങ്ങൾ സിനിമയിലേക്ക് വന്നത്, യാദൃശ്ചികമായി എത്തിയതാണ്. അതുപോലെ മക്കളും അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അവരും ചെറുപ്പം മുതൽ കാണുന്നത് സിനിമ തന്നെയാണല്ലോ. ഈ ചോറ് കഴിച്ചിട്ടാണല്ലോ അവരും വളർന്നത്. അതുകൊണ്ടാവാം അവരുടെ രക്തത്തിലും സിനിമ തന്നെയാണെന്ന് താരം പറയുന്നു. വർഷങ്ങളായി അടഞ്ഞ ശബ്ദമാണ് കലാരഞ്ജിനിക്കുള്ളത്. താൻ സംസാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരുപാട് സ്ട്രെയിൻ എടുത്താണ് പറയുന്നതെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ തന്റെ ശബ്ദത്തിന് സംഭവിച്ചത് മറ്റൊന്നാണെന്ന് നടി തന്നെ ഇടയ്ക്ക് ഒന്ന് പ്രതികരിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. പ്രേം നസീർ സാറിന്റെ ജോഡിയായിട്ടാണ് അഭിനയിക്കുന്ന സിനിമ. ബ്ലഡ് വായിൽ നിന്ന് വൊമിറ്റ് ചെയ്യുന്ന ഒരു സീനാണ്. അന്നൊക്കെ ചുവന്ന കളർ പൗഡറിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്താണ് ചോര ഉണ്ടാക്കിയിരുന്നത്. വൊമിറ്റ് ചെയ്യുന്നതും ദേഹത്ത് മുറിവ് പറ്റിയതുമൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്. ആ സിനിമയിലെ മേക്കപ്പ് മാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ അസറ്റോൺ മിക്സ് ചെയ്ത പൊടിയാണ് തനിക്ക് തന്നത്. നസീർ സാർ അത് ഒഴിച്ചു തന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ വായിക്ക് വീർത്തു വരുന്നത് പോലെ തോന്നി. അങ്ങനെ ശ്വാസനാളം ചുരുങ്ങിപ്പോയി. പിന്നെ മുതൽ എനിക്ക് എന്ത് അസുഖം വന്നാലും ആദ്യം ബാധിക്കുന്നത് എന്റെ ശബ്ദത്തെയാണെന്നാണ് നടി പറഞ്ഞത്.